ലക്ഷ്മണന്റെ മനസ്സിൽ ദുഃഖവും രോഷവും ഉണ്ടാകുന്നു. പിതാവിനെ താൻ നിന്ദിക്കുമെന്ന് ലക്ഷ്മണൻ പറയുന്നു. എന്നിട്ട് എല്ലാവരെയും കൂടി യമപുരിക്കു അയക്കുമെന്നും നേരത്തെ നിശ്ചയിച്ചതുപോലെ അഭിഷേകം നടത്തുകയും ചെയ്യും. എന്നിട്ട് ക്ഷമ പറയുന്ന സ്വരത്തിൽ മാതാവിനോട് കാര്യമില്ലാത്തതിന് മുതിർന്നാൽ ആചാര്യനെ പോലും ശാസിക്കേണ്ടതായി വരും. സാഹസികമായി പ്രവർത്തിക്കാൻ സന്നദ്ധനായി ലക്ഷ്മണൻ മാറിയിരിക്കുന്നു. 3 ലോകങ്ങളെയും ദഹിപ്പിക്കാൻ പറ്റുന്ന രോഷത്തോടുകൂടി സൗമിത്രി നിൽക്കുമ്പോൾ തത്വോപദേശത്താൽ ലക്ഷ്മണനെ വിവേകത്തിൻ്റെ തീരത്തിലേക്കു ശ്രീരാമൻ നയിക്കുന്നു. തത്ര കൗസല്യവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലമെന്തിതു കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഡപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്തികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ചഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേതുമിതിന്നു ശോകിപ്പതി നന്ദർമുദ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്കന്നതേ വരൂ. ഇത്തം പറഞ്ഞു ലോകത്രയം ദദൃശാ ദഗ്ധമാമാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഢമായാലിംഗനം ചെയ്തു. സുന്ദരനിന്ദിരാമന്ദിരാവത്സൻ ആനന്ദസ്വരൂപൻ ഇന്ദിരാവിഗ്രഹൻ ഇന്ദീവരാക്ഷനിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദ്യാഗ്രി യുഗ്മാരവിന്ദൻ പൂർണ്ണ ചന്ദ്രബിംബാനന നിന്ദുചൂടപ്രിയൻ വന്ദാരുവൃന്ദ മന്ദാരദാരൂപമൻ